ദൈവത്തിന്റെ വിശ്വസ്തത എന്ന് പറയുന്നത് അത് മാറ്റമില്ലാത്തതാകിയാൽ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് 21-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചിരിക്കാം. Psalm 23 അതിൽ 1 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എനിക്ക് മുട്ടുണ്ടായില്ല, അവന്റെ കിടക്കുന്നു, സ്വസ്ഥതകളുടെ ധൈര്യത്തേക്ക് എന്നെ നടത്തുന്നു, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, ഇരുന്നാമ നിമിത്തം എന്റെ നീതിപാതകൾ നടത്തുന്നു. സൂര്യൻ താഴെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നല്ലോ, നിന്റെ വടിയിൽ പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എന്നെ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞുകയും നന്ദി കരുണയും ആഷ്കാരം ഞാൻ യഹോവയുടെ ആലയത്തിൽ നിൽക്കാതെ വസിക്കും. ഒരുപാട് പ്രാർത്ഥിക്കുക. സ്നേഹിക്കുന്ന നല്ല ദൈവമേ, എല്ലാവരുടെ കാലത്തിനാണ് നിന്നെ സ്തുതിക്കുന്നത്. നിന്റെ സാന്നിധ്യം കൊണ്ടുള്ളവരെ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, നാവിനെ ബലപ്പെടുത്തണമേ. എല്ലാ മാനവും മഹത്വവും ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്നു കർത്താവേ. ചില ജീവിതങ്ങളോട് ഇന്ന് രാവിലെ കാലം ഇടപെടുവാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദാവീദിന്റെ സങ്കീർത്തനമാണെങ്കിലും ഇന്ന് രാവിലെ കാലം ഞങ്ങൾക്ക് വാലിഡായാൽ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ കാലം ഞങ്ങളോട് സംസാരിക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മുറ്റുമാടിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപ നീ കേൾക്കുമാറാകണമേ. സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തോട് വളരെയധികം ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബുക്കായി അത് ദൈവത്തെ സൂചിക്കുകയാണ്. ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, ലൈഫ് ടു അപ്രോച്ചസ് ഫോർ ലൈഫ്. ലൈഫിന്റെ 2 അപ്രോച്ചസ് ഉണ്ടെന്ന് ഒരു വ്യക്തി പ്രകാരം പറഞ്ഞു. ഒന്ന് സ്ട്രീറ്റ് അപ്രോച്ച് ആൻഡ് ബാൽക്കണി അപ്രോച്ച്. ബാൽക്കണി അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ബാൽക്കണിയിൽ ഇരുന്ന് നമ്മള് ഒരുപാട് തിയറീസ് എന്ന് പറയുകയാണ്. അങ്ങനെ ക്രിസ്ത്യൻ ലൈഫ് നല്ലതാണ്, അതാണ്, ഇതാണ്, ഒത്തിരി നമ്മള് വി ആർ ഡൂയിങ് ലോട്ട് ഓഫ് റിസർച്ച് ആൻഡ് പുട്ടിംഗ് ലോട്ട് ഓഫ് പേപ്പർ ടുഗദർ എന്ന് പറയാണ്. ക്രിസ്ത്യൻ ലൈഫ് ഇസ് വെരി ഗുഡ്. അതാണ് ബാൽക്കണി അപ്രോച്ച്. എന്നാൽ സ്ട്രീറ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. അത് താഴോട്ട് ഇറങ്ങി വന്ന് ജനങ്ങളോടുകൂടി നിൽക്കുകയും ക്രിസ്തീയ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും കടന്നുപോയി പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിനെ ജീവിതത്തിൽ സ്വായത്തമാക്കുന്നതിനെയാണ് സ്ട്രീറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിലേക്ക് പഠിക്കുമ്പോൾ ദാവീദ് ലൈഫിന്റെ ഒരു ബാൽക്കണി അപ്രോച്ചിൽ നിന്നുകൊണ്ട് എഴുതിയ ഒരു സങ്കീർത്തനമല്ല, മറിച്ച് താൻ കടന്നുപോയ വേദനയിലൂടെ ഒരു സ്ട്രീറ്റ് അപ്രോച്ചിൽ മറ്റുള്ളവരെ പോലെ വേദന അനുഭവിക്കുമ്പോൾ തന്റെ നാവിൽ നിന്നും വന്ന ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 23-ാം അധ്യായം. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു സങ്കീർത്തനമാകിയാൽ ഇന്ന് രാവിലെ കാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലകാലം ഈ സങ്കീർത്തനത്തെ ഒരു ഡിഫറെന്റ് ആംഗിളിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെയധികം പ്രസംഗങ്ങളും അതുപോലെ തന്നെ ചിന്തകളും നമ്മൾ കേട്ടിട്ടുള്ള സങ്കീർത്തനമാകിയാൽ ഞാൻ മുഖവരിയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ 5 ഡിഫറെന്റ് ഫേസസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇന്ന് ഈ സങ്കീർത്തനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് അതിനൊന്നാം വാക്യത്തിൽ നമുക്ക് കാണുന്നു, The Lord is my shepherd, I shall not want. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് എന്നില്ല മുട്ടുണ്ടാകില്ല. I just want to call this an initial phase of Christian life. ക്രിസ്ത്യൻ ലൈഫിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ഫേസ് ആയിട്ട് ഞാൻ കണക്കാക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കുക, ഈ പ്രാഥമിക ഫേസിന്റെ ഡ്രൈവിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് യഹോവ എന്റെ എന്താകുന്നു, ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകും. നിങ്ങൾ ചിന്തിക്കുക, ഇപ്രകാരമുള്ള ഒരു ലൈഫാണ് ക്രിസ്ത്യൻ ലൈഫ് മുഴുവനെങ്കിൽ ഇതുപോലെ സന്തോഷമുള്ള ഒരു ജാതി വേറെ ഇല്ല. എന്നാൽ അതല്ലാതെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനീഷ്യൽ ഫേസിൽ നമ്മൾ ഡ്രിവൺ ബൈ ദ നീഡ്സ്, നമ്മുടെ നീഡ്സിലാണ് നമ്മൾ ഡ്രിവൺ. നമുക്കറിയാം, നമ്മൾ ഇന്ന് സുവിശേഷം പറയുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു, രക്ഷിക്കപ്പെടുന്നു, രോഗികൾ സൗഖ്യമാക്കുന്നു, ഒത്തിരി അത്ഭുതങ്ങൾ അടയാളങ്ങളെല്ലാം നടക്കുമ്പോൾ ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഇനീഷ്യൽ ഫേസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. എന്നാൽ ദുഃഖകരമായിട്ടുള്ള സത്യം, ഇന്നത്തെ നമ്മുടെ പ്രോസ്പെറിറ്റി തിയോളജിയും അതുപോലെ തന്നെ ആളുകളെ ഡിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന തിയോളജീസ് എല്ലാം പറയുന്നത് ക്രിസ്ത്യൻ ലൈഫ് ഈസ് ഓൾവേസ് ദ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ എന്താകുന്നു, യഹോവന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും ഞാൻ എന്താഗ്രഹിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അന്നാണ്. നിങ്ങൾക്ക് നാളെ ഒരു എക്സ്പെൻസീവ് ആയിട്ട് കാർ വേണമെന്ന് ചിന്തിക്കുക, നിങ്ങൾക്ക് ദൈവം എന്ത് ചെയ്യും, അത് തരും. നിങ്ങൾ രോഗിയായിട്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഞാൻ രോഗസൗഖ്യത്തിനെതിരായിട്ടുള്ള പ്രസംഗിക്കുന്നു. ഞാൻ പറയുന്ന ആശയം ഇപ്രകാരമാണ്. ഒന്നാമത്തെ ഫേസിൽ ദൈവം നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും തരുവാനായിട്ട് ദൈവം വിശ്വസ്തനാണ്, എന്നും വിശ്വസ്തനാണ്. എന്നാൽ നമ്മൾ മുന്നോട്ട് പോകുന്തോറും we are not driven by our needs, we are driven by more than the values of the Christian life. Hallelujah. ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്ന ഒന്നാമത്തെ ഫേസിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുവാനുള്ളതല്ല, നമ്മൾ മുന്നോട്ട് പോകുവാനുള്ളതാണ്. എന്നാൽ ദുഃഖകരമായിട്ടുള്ള സത്യം എന്ന് പറയുന്നത് ആളുകളെല്ലാം ഈ ഫേസിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ഫേസിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഞാൻ ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ട്, വ്യക്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നാട്ടില് ഒരു കുടുംബം, അവര് ഒരു യാക്കോബ സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് മീറ്റിങ്ങിനെല്ലാം വന്നുകൊണ്ടിരിക്കും. അവരൊരു പ്രോബ്ലം ഉണ്ട്, അവർക്ക് ജോലിയില്ല.
അപ്പോൾ അവിടെ ശുശ്രൂഷിക്കുന്ന ദേവദാസൻ പറഞ്ഞു, നിങ്ങൾ സ്നാനപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ജോലി കിട്ടും. പുള്ളി അങ്ങ് ഭയങ്കര എക്സൈറ്റഡ് ആയി. പുള്ളി പാസ്റ്ററോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സമയം വൈകണ്ട, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, സ്നാനപ്പെടാം. പുള്ളി സ്നാനപ്പെട്ടു. മാസങ്ങൾ കഴിഞ്ഞു, ജോലി ഇല്ല. ദുഃഖകരമായ സത്യം, അവരെ മടങ്ങി അവരുടെ സമുദായത്തിലോട്ട് പോകേണ്ടതാണ്. ഞാൻ അവർ മടങ്ങിപ്പോയതിനെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഞാനത് കുറ്റം പറയുന്നില്ല. പക്ഷെ പുള്ളി വിചാരിച്ചു, യഹോവ എന്റെ ഇടയിലാവുന്ന എനിക്ക് എന്തുണ്ടാവുന്നില്ല. മുട്ടുണ്ടാകി അതേ ഫേസിൽ നിന്നുകൊണ്ട് ക്രിസ്ത്യൻ ലൈഫ് മരിച്ച് അവസാനിപ്പിക്കുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ക്രിസ്ത്യൻ ജീവിതത്തിൽ അതിനേക്കാൾ ആഴമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് ഇന്ന് രാവിലെ കാലം നമ്മൾ മനസ്സിലാക്കണം. ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് വിശ്വാസത്തിന്റെ ശിശുവായിരിക്കുന്ന അനുഭവത്തിൽ നിന്നോട് പറയാണ്, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. ഞാൻ എന്തോ ആഗ്രഹിച്ചാൽ ദൈവം എനിക്ക് എന്തോന്നിരിക്കുകയാണ്. ഞാൻ ആലോചിക്കാറുണ്ട്, when I got saved the initial phase, ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ദൈവം എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്മീഡിയറ്റ് റിസൾട്ട് ആണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ things started happening different way. അവിടെയാണ് ക്രിസ്ത്യൻ ജീവിതത്തിൽ ചലനം. അതുകൊണ്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത്. എന്റെ പ്രസംഗം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കാര്യം മനസ്സിലാകും. ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത്, ഇനീഷ്യൽ ഫേസിൽ നിന്നുകൊണ്ട് സ്വർഗത്തിൽ പോകാമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റുപറ്റിപ്പോയെന്ന് ആഗ്രഹിക്കാം. ദാവീദ് പറയുകയാണ്, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നുണ്ടാകില്ല, മുട്ടുണ്ടാകില്ല. ദാവീദ് വളരെ ഹാപ്പി ആയിട്ടുള്ള ജീവിതമാണ് അവിടെ നയിക്കുന്നത് എന്ന് നമുക്ക് മുന്നോട്ട് കാണുവാൻ സാധിക്കുന്ന എന്റെ അടുത്ത ഫേസസ് ആണ്. കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് അതിലെ കുറച്ചുകൂടി സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ ഭാഗം അത് കാണാൻ സാധിക്കും. 2-3 വാക്യം നമുക്ക് വായിക്കാം. അതിന്റെ രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫേസ് ഓഫ് ഗ്രോത്ത്. ഇനീഷ്യൽ ഫേസിൽ ദൈവം നമുക്ക് വലിയ അത്ഭുതങ്ങൾ ചെയ്തു. നമുക്ക് ടെസ്റ്റിഫൈ ചെയ്യാൻ നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ ആളുകളോട് സുവിശേഷം പറയാൻ നമുക്ക് ഒത്തിരി എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം ദൈവം ചെയ്യുന്നതെല്ലാം എന്താ, നന്മയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നതെല്ലാം ദൈവം എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയും കർത്താവിന് വേണ്ടി എന്തും ചെയ്യാനെല്ലാം തയ്യാറായിട്ട് നിൽക്കുമ്പോഴാണ് ദൈവം ഒരു നെക്സ്റ്റ് ഫേസ് എന്ത് ചെയ്യാണ്, ദാവീദിന്റെ ജീവിതത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആ ഫേസിന്റെ പേരാണ് എന്ത്, ഗ്രോത്ത് ഫേസ്. വളർച്ചയുടെ ഒരു കാലഘട്ടത്തിലൂടെ ദാവീദിനെ ദൈവം നടത്തുകയാണ്. ഈ വളർച്ചയുടെ ഫേസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫേസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ഇവിടെയാണ് ദൈവവുമായിട്ട് നമ്മൾ സംസാരിക്കുവാനും, ഇവിടെയാണ് ദൈവവുമായിട്ട് നമ്മൾ ഇടപെടുവാനും, ഇവിടെയാണ് ദൈവത്തിന്റെ വോയിസുമായിട്ട് നമ്മൾ ഫെമിലിയറൈസ് ചെയ്യുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഘട്ടം എന്ന് പറയുന്നത് ഗ്രോത്ത് ഫേസിലാണ്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, കർത്താവേ, ഞാൻ ഒന്നാമത്തെ ഫേസിൽ ഇരുന്നപ്പോൾ നീ എന്നെ രണ്ടാമത്തെ ഫേസിലേക്ക് നിന്നെ നയിക്കുകയാണ്. അവിടെ പറയുന്നത്, സ്വസ്ഥമായിട്ടുള്ള വെള്ളത്തിനരികത്തേക്കും പച്ചയായ പുൽപ്പുറത്തിനരികത്തേക്കും നീ എന്ത് ചെയ്യുന്നു, നടത്തും. നിങ്ങൾ ഫേസിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഫേസിൽ ഇറ്റ് ഈസ് എ ഫേസ് ഓഫ് ഇൻവിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും എന്തില്ല, വലിയ വിസിബിലിറ്റി ഒന്നുമില്ല. നമ്മൾ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഇന്ന് രാവിലെ കാലം 2 മണിക്കൂർ പ്രാർത്ഥിച്ചു, ഗുഡ് ജോബ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറയാനായിട്ട് സാധ്യതയില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതിഫലം പോയെന്ന് കർത്താവ് പറഞ്ഞത്. ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. ദൈവവും ഞാനും തമ്മിൽ മാത്രം അറിയാവുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഉൾപ്രേരിതമായിട്ട് നടക്കുന്ന ഒരു ഫേസ് എന്ന് പറയുന്നത് ലോകത്തിലെ ആർക്കും അറിഞ്ഞില്ലെങ്കിലും സ്വർഗം ഏറ്റവും അധികം വിലമതിക്കുന്ന ഒരു ഫേസ് ആകുന്ന ദൈവത്തെ ശ്രദ്ധിക്കും. ദാവീദ് പറയുകയാണ്, പച്ചയായിട്ടുള്ള പുൽപ്പുറങ്ങളിലും സ്വസ്ഥമായിട്ടുള്ള വെള്ളത്തിനടുത്തേക്ക് നീ എന്നെ നടത്തുമ്പോൾ പുറമെ ലോകം അത് കാണുവാനായിട്ട് സാധിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എനിക്ക് വളരുവാൻ സാധിച്ചു എന്ന് ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ. ഈ ഫേസിൽ നമ്മൾ എത്രത്തോളം സമയം സ്പെൻഡ് ചെയ്യുന്നതിന്റെ ബേസിസിലാണ് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിന്റെ വിക്ടറി ഇരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു പറയുന്ന ഇടയായിത്തീർന്നു, എന്റെ വചനങ്ങളെ കേട്ട് പ്രമാണിക്കുന്നവൻ എല്ലാം പാറമേൽ അടിസ്ഥാനമിട്ട ആ വ്യക്തിയോട് തുല്യം. എന്നിട്ട് പുള്ളി കമ്പയർ ചെയ്യുന്നത് വീട് പണിത മറ്റൊരു വ്യക്തിയുമായിട്ടാണ്, അല്ലാതെ വീട് പണിയാത്ത ആളുമായിട്ടാണ്. ഞാൻ ചിന്തിച്ചു, കർത്താവ് ചെയ്തത് എന്താ, വീട് പണി നടക്കുന്ന മറ്റൊരു വ്യക്തിയുമായിട്ട്. എന്താ ആ വീട് എവിടെ പണിത്? മണന്മേൽ പണിത്. വാട്ട് ഇസ് ബേസിക് ഡിഫറൻസ്? ഭയങ്കര